അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് അനുഭവിച്ചോളന്നല്ലോ, അനുഭവിച്ചോളൂ. ജനങ്ങൾക്ക് അറിയാലോ, ജനങ്ങൾക്ക് അറിയാതെ ആ മാനദണ്ഡങ്ങളെ പറയുന്നത്. എത്ര മാസം അവിടെ മൂന്ന് വാർഡിലും പുള്ളിയല്ലേ പറഞ്ഞു. ആ 3 വാർഡിലെ മുഴുവൻ ആളുകളെയും നിർത്തുമെന്ന് മന്ത്രി വിഷമിക്കുന്നുണ്ടോ? സാറേ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായി. സാറേ ഞാനും നിങ്ങൾ പറഞ്ഞ കാര്യം അതെന്താണ് കാരണം? പക്ഷെ സഖാക്കളെ, നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ തൊടുന്നതെല്ലാം ഭൂലോക അബദ്ധങ്ങളും ഭൂലോക തോൽവികളുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ കേരളത്തിൻ്റെ സർക്കാർ, പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാർ 740 കോടി രൂപ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ പിച്ചയിട്ടതിൻ്റെ ഭാഗമായിട്ട്, ജനം സഹകരിച്ചതിൻ്റെ ഭാഗമായിട്ട്, ജനം നൽകിയ ഓരോ രൂപയിലും 740 കോടിയിലേക്ക് എത്തിയപ്പോൾ അതിൽ നിന്ന് ജനം എന്തിനാ പണം തന്നത്? ഈ പറയുന്ന ദുരിതബാധിതരെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. നിങ്ങൾക്ക് എല്ലായിടത്തും പാളുകയാണ്. നിങ്ങൾ ഈ ആളെ ഇറക്കിയിട്ട് കള്ള് വാങ്ങിക്കൊടുത്തിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ടി സിദ്ദിഖിനെ കൂകി വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടത്, ഞാനൊരു വിഷ്വൽ കാണിച്ചത് അത് ചിലതൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കോഴിക്കോട്ടുകാരനായ ടി സിദ്ദിഖ്, കൽപ്പറ്റയിലെ ജനങ്ങൾ ആ ടി സിദ്ദിഖിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സിദ്ദിഖ് തന്നെ ആ വേദിയിൽ വെച്ച് പറഞ്ഞു, ദുരിതബാധിതരാരും തന്നെ കൂകി വിളിക്കില്ല. എന്താ കാര്യം? ആ രാത്രി ചൂരൽമലയിലെ മുണ്ടക്കൈയിലെ വലിയ നാശനഷ്ടമുണ്ടാക്കിയ, ഒരുപാട് ജീവനുകളെടുത്ത, കിടപ്പാടം പോലും നഷ്ടപ്പെട്ട ആ രാത്രി അങ്ങനെ ഒരു സംഭവം കേരളത്തിൻ്റെ മണ്ണിലേക്ക്, കേരളത്തിൻ്റെ കാതുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ ദുരിതബാധിത പ്രദേശത്തേക്ക് എല്ലാം മറന്നുകൊണ്ട് ഓടിയെത്തിയ വ്യക്തിയാണ് ടി സിദ്ദിഖ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ പിണറായി വിജയനേക്കാളും, ഞാൻ പറയുന്നു കേരളത്തിലെ ഏത് രാഷ്ട്രീയക്കാരനേക്കാളും കോൺഗ്രസ്സുകാരനായ ടി സിദ്ദിഖ് കയ്യടി അർഹിച്ചിരുന്നു. സിദ്ദിഖിന് കിട്ടേണ്ടിയിരുന്നത് കൂവലല്ല, അത് ഈ പരിപാടിയുടെ ശോഭ കെടുത്തി എന്ന് പറഞ്ഞാൽ അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. സഖാക്കളെ, നിങ്ങൾക്ക് തെറ്റി. ഈ കൂകൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഉണ്ടാക്കിയെടുത്തത്? പക്ഷേ അതൊരു ബൂമറാങ്ങായി തിരിച്ചെടുത്തു. ആ വേദി വിടുന്നതിന് മുമ്പ് സിദ്ദീഖിനൊപ്പം നിൽക്കാൻ ആളുകൾ ഉണ്ടായി.
സിദ്ദീഖിനൊപ്പം നിൽക്കാൻ ആളുകൾ ഉണ്ടായി എന്ന് മാത്രമല്ല, ജനം സിദ്ദീഖിനോട് ഒരു 50-50 ലെവലിൽ നിന്ന് ആളുകൾ പോലും 100% സിദ്ദീഖിനെ അനുകൂലിക്കുന്ന ഘട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ്. ഇനി ഈ കൂകി വിളിച്ചതിനുള്ള ഉപഹാരം, ഇപ്പം നിങ്ങൾ കൂകി വിളിച്ചതിനുള്ള ഉപഹാരം അത് ജനം തരും. എന്നറിയാമോ? കേരളം കാത്തിരിക്കുന്ന ഒരു ദിവസമുണ്ട്. പോളിംഗ് സ്റ്റേഷനിൽ ക്യൂ നിൽക്കാൻ വേണ്ടി ജനം കാത്തിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം നിങ്ങൾ ഇന്ന് കൂകി വിളിച്ചതിനുള്ള ഉപഹാരം കേരളത്തിൻ്റെ പൊതുസമൂഹവും ഒപ്പം കൽപ്പറ്റക്കാരും നിങ്ങൾക്ക് തരും. നിങ്ങൾ കണ്ടോ? ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോ. ടി സിദ്ദിഖ് കൽപ്പറ്റയിൽ മത്സരിക്കുകയാണെങ്കിൽ അയാൾ കഴിഞ്ഞ തവണ വിജയിച്ചതിലും അധികം ഭൂരിപക്ഷത്തിൽ അയാൾ കൽപ്പറ്റയിൽ നിന്ന് വിജയിച്ച് കയറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. മനസ്സിലായില്ലേ? ടി സിദ്ദിഖ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ, ആ കോൺഗ്രസ്സുകാരന് നിങ്ങൾ അയാൾ അർഹിച്ചതല്ല. നിങ്ങൾ കൂകി വിളിച്ചത് അയാൾക്ക് അർഹതപ്പെട്ടതല്ല. അയാൾക്ക് തീർത്തും അഭിനന്ദനങ്ങളായിരുന്നു വേണ്ടത്. അത് നൽകിയിട്ടുണ്ട്. ആര്? മുണ്ടക്കൈക്കാർ നൽകിയിട്ടുണ്ട്, ചൂരൽമലക്കാർ നൽകിയിട്ടുണ്ട്, പുഞ്ചിരിമറ്റത്തുള്ള ആളുകൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ ദുരിതം കവർന്നെടുത്ത അവരുടെ ജീവിതം ബാക്കിയായ ആളുകൾ സിദ്ദീഖിനുള്ള അംഗീകാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ സിദ്ദീഖിനെ നിങ്ങൾ കൂക്കി വിളിച്ചത് കൊണ്ട് നിങ്ങൾ ഈ കേരളത്തിലെ വരുന്ന തെരഞ്ഞെടുപ്പിൽ തികച്ചും രാഷ്ട്രീയം ഒന്ന് മാത്രമേ കയ്യിലുള്ളൂ. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, ഇന്നും അവിടെ കൈമാറ്റം ചെയ്യപ്പെട്ടത് കേരള സർക്കാരിൻ്റെ ടൗൺഷിപ്പാണ്. ഇതിൽ CPMൻ്റെ സംഭാവന എന്താ? CPMൻ്റെ വീടുകൾ എവിടെ? DYFIയുടെ വീടുകൾ എവിടെ? ഇനി ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു. കേരളത്തിൻ്റെ സർക്കാർ ഈ മുണ്ടക്കൈ പുനരധിവാസ ടൗൺഷിപ്പിൽ നിർമ്മിച്ച് നൽകാൻ പോകുന്ന വീടുകളുടെ എണ്ണം എത്രയാ? 400 അല്ലെങ്കിൽ 500? ഈ 400-500 വീടുകൾക്ക് ഓരോ കോടി ചെലവിട്ടാലും ഇനിയും കിടക്കുക കോടികൾ ബാക്കി അല്ലേ? അപ്പോൾ ഈ പറയുന്ന ദുരിതബാധിതരോട് സർക്കാർ കാണിച്ച സമീപനം ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ കൊടുത്തതിൽ പോലും യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയും പിണറായി വിജയൻ്റെ സർക്കാരിനോ ഇല്ല എന്നുള്ളതാണ്. യാതൊരുവിധ ആത്മാർത്ഥതയുമില്ല. പിന്നെ എന്താണ് ഉണ്ടായിരുന്നത്? ഒരൊറ്റ ലക്ഷ്യം, ദുരിതബാധിതർ നരകിച്ചാലും വേണ്ടിയില്ല, ഈ പറയുന്ന പുനരധിവാസം പോലും പിണറായി വിജയനെയും അടിമകളെയും അന്തംഗമ്മി അടിമകളെയും തീട്ടം നക്കുന്ന സഖാക്കളെയും സംബന്ധിച്ചിടത്തോളം വെറും ഒരായുധം മാത്രമായിരുന്നു. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരായുധം മാത്രം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ തൊടുന്നതെല്ലാം ഭൂലോക തോൽവികളായി മാറുന്നത്. ഈ തോൽവികളുടെ ലിസ്റ്റ് ഞാൻ പുറത്തേക്ക് എടുക്കുന്നില്ല. ഏറ്റവും ഒടുവിലായിട്ട് മോണോ ആക്ടിങ്ങിൽ ഫസ്റ്റ് കിട്ടിയ മഹദിയുടെ നാടകം പോലും തകർന്ന് തരിപ്പണമായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ. പക്ഷേ ഞാനൊരു കാര്യം ഈ അവസരത്തിൽ പറയാതിരിക്കലും, വെറും വിമർശനങ്ങൾ മാത്രമായാൽ ശരിയാവില്ലല്ലോ. ഇവരെ ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്താണത്? നിങ്ങൾ കൂകി വിളിച്ചതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, ടി സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനെ, ടി സിദ്ദിഖ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനെ, ടി സിദ്ദിഖ് എന്ന് പറയുന്ന കൽപ്പറ്റയുടെ ജനപ്രതിനിധിയെ ജനം വേണ്ട രീതിയിൽ അങ്ങോട്ട് വിലയിരുത്താൻ തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങൾ മാത്രമല്ല, സഖാക്കളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചില മാധ്യമ പ്രവർത്തകരും സത്യാവസ്ഥ എന്താണെന്ന് വിളിച്ച് പറയാൻ തയ്യാറായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ, സിദ്ദീഖ് കൂകലായിരുന്നില്ല അർഹിച്ചിരുന്നത്. അയാളെ അധിക്ഷേപിച്ചതാണ്, അയാളെ അപമാനിച്ചതാ. അതൊക്കെ വളരെ കൃത്യമായി വെൽ പ്ലാൻഡ് ആണ്. CPMൻ്റെ വയനാട് ജില്ലാ നേതൃത്വത്തിൻ്റെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും DYFIയുടെ ക്രിമിനൽ തെമ്മാടികളുടെയും ഒക്കെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള അജണ്ടയായിരുന്നു നമ്മളത് കണ്ടത്. കുഴപ്പമില്ല, സിദ്ദീഖിനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സിദ്ദീഖിന് ഞാൻ പറയുന്നു, ഈ ഒരു കൂവി വിളിക്കൽ കൊണ്ട് അയാൾക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന സഖാക്കൾ തൊടുന്നതെല്ലാം പാളിച്ചകളാ, ഭൂലോക തോൽവികളായി മാറുകയാണെന്ന് ഞാൻ പറയാനുണ്ടായ കാരണം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ പറയുന്ന വയനാട് ആദ്യഘട്ടത്തിലുള്ള സർക്കാരിൻ്റെ ടൗൺഷിപ്പിലെ വീടുകൾ കൈമാറ്റം ചെയ്തിരിക്കുന്നു. നല്ലത് തന്നെ.
ഇനി എനിക്കറിയാനുള്ളത് ഈ കൈമാറ്റം ചെയ്ത വീടുകളിൽ കയറി താമസിക്കണമെങ്കിൽ എത്ര കാലം എടുക്കും എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ മറ്റൊരു വീട് കൈമാറ്റ ചടങ്ങ് നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ ഈ കൈമാറ്റ ചടങ്ങിൽ പിണറായി വിജയൻ പറയുന്നുണ്ട് സർക്കാർ ചെലവിൽ ഫർണിച്ചറുകളൊക്കെ നൽകുമെന്ന്. അവിടെ മറ്റൊരാൾക്കാർ എല്ലാം കൊടുത്ത് വീട് കൈമാറ്റം ചെയ്തത് കണ്ടപ്പോൾ ഇനി നൽകും എന്ന് പറഞ്ഞാൽ കയറിക്കിടക്കാൻ ഇനിയും സമയമെടുക്കും. കയറിക്കിടക്കാൻ ഇനിയും സമയമെടുക്കും, ഒരുപാട് സമയമെടുക്കും. പിന്നെ എന്തിനാ താക്കോൽ കൈമാറ്റം ചെയ്തത്? തെരഞ്ഞെടുപ്പ് വരികയാ. കൃത്യമായിട്ട് രാഷ്ട്രീയം അജണ്ടമാക്കിക്കൊണ്ടുള്ള ഒരു താക്കോൽ കൈമാറ്റം അല്ലെങ്കിൽ ഈ പറയുന്ന കൈമാറ്റ ചടങ്ങാണ് നമ്മൾ കണ്ടത്. അതുതന്നെയാണ് ടി സിദ്ദിഖിൻ്റെ വിഷയത്തിലും ഇന്ന് അവിടെ നടന്നിരിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, ഞാൻ ഇപ്പോഴും പറയുന്നു, ടി സിദ്ദിഖ് എന്ന് പറയുന്ന നേതാവിന്, കോൺഗ്രസ്സുകാരന്, കൽപ്പറ്റയുടെ ജനപ്രതിനിധിക്ക് അയാളുടെ രോമത്തിൽ പോലും സ്പർശിക്കാൻ ഈ കൂകൽ കൊണ്ട് സാധിച്ചില്ലെന്ന് മാത്രമല്ല, അയാൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഈ കൂകൽ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അയാളെ ഒന്ന് അപമാനിച്ച് വിടണമെന്ന് കരുതിയിട്ട് ആരൊക്കെയോ തിട്ടൂരം കൂട്ടി ആളെ കൂട്ടി ഉണ്ടാക്കിയ കൂകൽ, പക്ഷേ അത് ടി സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അനുകൂലമാകുന്ന ഒരു ഘടകമായി മാറി എന്നുള്ളതാണ്. ഇതൊന്നും പറയാതെ അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ലെന്നേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പല ആവർത്തി എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൻ്റെ പൊതുസമൂഹം ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ദിവസത്തിന് വേണ്ടി ഇപ്പോൾ കൽപ്പറ്റക്കാരും കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. അതൊരു പ്രതികാരം ചെയ്യാനുള്ള, കെടക്കട പുറത്ത് എന്ന് പറഞ്ഞ് ആട്ടിയിറക്കുവാനുള്ള ഒരു ദിവസമാണ്. ജനം അതിനു വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പരമാർത്ഥം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത് എല്ലാവർക്കും, ചില ആളുകൾക്കൊക്കെ ഈ തുടർഭരണം, അധികാരം, കസേര എന്നൊക്കെ സ്വപ്നം കാണുന്ന ചില ആളുകൾക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ബോധ്യമുണ്ട്. പക്ഷേ അടിമകളോട് ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ തോൽവി സമ്മതിക്കാൻ പറ്റില്ലല്ലോ. തോറ്റാൽ തന്നെ ഞങ്ങൾ തോറ്റിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ തോൽക്കുന്നതിന് മുമ്പ് എങ്ങനെ തോൽവി സമ്മതിക്കും? ഇനി തോൽവി ഉറപ്പായി കഴിഞ്ഞാലും തോൽവി സമ്മതിക്കില്ല, തോറ്റാലും തോൽവി സമ്മതിക്കില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ജനം ആട്ടിയിറക്കുന്ന ദിവസത്തിന് വേണ്ടിയിട്ട് മുഖത്ത് കാർക്കിച്ചു തുപ്പി കടക്കട വിജയ പുറത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ജനം കാത്തിരിക്കുകയാ. ഇത് സഖാക്കള് മനസ്സിലാക്കുന്നത് നല്ലതാ. എന്താ മനസ്സിലാക്കിയാലുള്ള കാര്യം? എന്താ? തോൽവിയുടെ ഭാരം ഒന്ന് കുറയും, ആ ആഘാതം ഒന്ന് കുറഞ്ഞു കിട്ടും. എത്രയൊക്കെ കൂക്കി വിളിച്ചാലും, എത്രയൊക്കെ ആളെ ഇറക്കി കൂക്കി വിളിച്ചാലും ജനം എല്ലാം കാണുന്നുണ്ട്, അവർ പ്രബുദ്ധരാണ് എന്നുള്ള കാര്യം ആരും മറക്കണ്ട.